വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ഏറ്റവും പൈശാചികമായി കൊലപ്പെടുത്തിയത് അഫാൻ തൻ്റെ കാമുകിയായ ഫർസാനയെ ആയിരുന്നു. അതിക്രൂരവും നിഷ്ഠൂരവുമായ ഒരു കൊലപാതകമായിരുന്നു അത്. മറ്റ് 4 പേരെ കൊലപ്പെടുത്തുമ്പോഴും ഇല്ലാതിരുന്ന ഒരു വലിയ അഗ്രസീവ് മൈൻഡ് ആ സമയം അഫാനെ നയിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പോലീസും അത് അടിവരയിട്ട് തന്നെ പറയുന്നു. ആ കുട്ടി കൊല്ലപ്പെട്ട് കിടന്ന ദൃശ്യം കണ്ടിട്ടുള്ള ഒരാൾക്ക് പോലും അതിൻ്റെ ഷോക്കിൽ നിന്ന് അടുത്ത കാലത്തൊന്നും മോചനം ഉണ്ടാവുകയും ഇല്ല. അത്രത്തോളം പൈശാചികമായിരുന്നു ആ കൊലപാതകം. ചുറ്റിക കൊണ്ട് തലയ്ക്ക് പിന്നിൽ അടിച്ച അല്ല ആ കുട്ടിയെ കൊലപ്പെടുത്തിയത്. പകരം തലയ്ക്ക് മുൻവശത്ത് തന്നെ പലവട്ടം അടിച്ചാണ് ആ കുട്ടിയെ അഫാൻ കൊലപ്പെടുത്തിയത്. കാമുകിയോടുള്ള വൈരാഗ്യം എന്ന് വേണമെങ്കിൽ ഇതിനെ പൂർണ്ണമായും വിശേഷിപ്പിക്കാൻ കഴിയുക തന്നെ ചെയ്യും. പ്രണയവും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് തൻ്റെ കാലശേഷം അഥവാ താൻ ആത്മഹത്യ ചെയ്ത ശേഷം ഈ പെൺകുട്ടി ജീവിച്ചിരിക്കില്ല എന്നും അത്രത്തോളം സ്നേഹവും പ്രണയവും ഒക്കെ തന്നോട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തനിക്കും തിരിച്ച് അങ്ങനെ ഒരു കരുതൽ ഉണ്ടാവുക ചെയ്തത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞതെങ്കിലും ആ ഒരു നിലപാട് പോലീസ് പൂർണ്ണമായും സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ ഫർസാന എന്ന് പറയുന്ന കാമുകിയെ കൊല്ലുന്ന ആ രീതി അത് ഒരിക്കലും ഒരു സ്നേഹമുള്ള ഒരു കാമുകൻ ചെയ്യുന്ന പ്രവൃത്തി അല്ല. നിഷ്ഠൂരത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആ കൊലപാതകത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. മുഖം വികൃതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ കൊലപാതകം നടത്തിയതും. എന്തിനു വേണ്ടിയാണ് ഇത്രത്തോളം പക കാമുകിയോട് അഫാന് തോന്നാൻ കാരണം? അതിൻ്റെ പിന്നിലുള്ള ചരിത്രമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ കുട്ടിയെ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് 3 വർഷം മാത്രമേ ആകുന്നുള്ളൂ. വീട്ടിന് അടുത്തുള്ള ചില സുഹൃത്തുക്കളുടെ വീട്ടിൽ ഈ കുട്ടി വന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥിരം കാണാൻ ഇടവരികയും തുടർന്ന് അവർ തമ്മിൽ പ്രണയത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് അഫാൻ ആ കുട്ടിയെ പൂർണ്ണമായും ഇഷ്ടപ്പെടുക തന്നെയാണ് ഉണ്ടായത്. കുട്ടിക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അഫാൻ്റെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഈ കാമുകിയോട് പലവട്ടം അഫാന് കൈ നീട്ടേണ്ടി വന്നു. ആദ്യം 4.25 പവൻ്റെ ഒരു മാലയാണ് ഈ കുട്ടി അഫാന് കൊടുത്തത്. അത് വീട്ടിൽ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഇമിറ്റേറ്റ് ചെയ്ത ഒരു മാല അതേ രൂപത്തിലുള്ളത് വാങ്ങി ആ കുട്ടിക്ക് നൽകുകയും ചെയ്തു. മരിക്കുന്നതുവരെയും ആ ഇമിറ്റേറ്റ് ചെയ്ത മാലയാണ് ആ കുട്ടി തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്നത്. ഇതുകൂടാതെ കോളേജിലെ പരീക്ഷയ്ക്കും മറ്റുമായി ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയോളം പരീക്ഷാ ഫീസ്, കോഴ്സ് ഫീസ് ഉൾപ്പെടെയുള്ള തുകയും ഈ അഫാൻ ആ കുട്ടിയിൽ നിന്നും വാങ്ങിയിരുന്നു. ഇതിന് പകരം ആ കുട്ടിയോട് കൊടുത്തിരുന്ന ഒരു പ്രോമിസ് കടം എത്രയും വേഗം തീരുമെന്നും പിതാവിന് വീണ്ടും ഗൾഫിലെ ബിസിനസ് പുനരാരംഭിക്കാൻ കഴിയുമെന്നും അതോടുകൂടി എല്ലാ ബാധ്യതകളും തീർക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമെന്നും അതുവരെ കാത്തിരുന്നാൽ മതി എന്നുമായിരുന്നു. എല്ലാ ബാധ്യതകളും തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ കുട്ടിയെ ഈ അഫാൻ ഉറപ്പ് കൊടുത്തത് വിവാഹം കഴിക്കാം എന്ന് തന്നെയായിരുന്നു. ആ ഉറപ്പിൽ ആ പെൺകുട്ടി ഈ അഫാനെ വിശ്വസിക്കുകയായിരുന്നു. ഫീസ് കൊടുക്കാൻ കോളേജിൽ നിന്നും ഫൈനൽ നോട്ടീസ് കിട്ടുന്നത് വരെ ഈ കുട്ടിക്ക് ഫർസാനയ്ക്ക് കോളേജിൽ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വരെ ഈ കുട്ടി കോളേജിൽ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായി. കോളേജിൽ ഇതിനു വേണ്ടി സ്വാധീനം ചെലുത്താൻ അഫാൻ കൂടി പോയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കോളേജിൻ്റെ ഓഫീസിൽ കയറിയില്ലെങ്കിലും കോളേജ് കോമ്പസിൽ വെച്ച് ഈ അഫാൻ ഈ പെൺകുട്ടിയോട് ഈ അപേക്ഷ എഴുതി കൊടുക്കാനും കോളേജുകാർ കാലാവധി നീട്ടിക്കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്തതും അഫാൻ തന്നെയായിരുന്നു. പക്ഷേ കോളേജുകാർ ആദ്യം അത് നിരസിച്ചതുകൊണ്ട് ഒരു സുഹൃത്തിൽ നിന്നും തുക വാങ്ങി ആണ്
ആ ഫീസ്, എക്സാമിനേഷൻ ഫീസ് ഈ ഈ കുട്ടിക്ക് ഫർസാനയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞതും. തുടർന്ന് പലവട്ടം ഈ ഫർസാന അഫാനോട് കൊടുത്ത മാലയും തുകയും തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അഫാൻ ഇക്കാര്യത്തിൽ ഒരിക്കലും ഒരു നല്ല മനോഭാവമല്ല പുലർത്തിയതെന്ന് ബോധ്യപ്പെട്ടതിനാൽ ആകാം ആ കുട്ടി പലവട്ടം ഇത് തിരികെ ചോദിച്ചത്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് അഫാൻ കാമുകിയോട് പലവട്ടം പറഞ്ഞിരുന്നെങ്കിലും ഈ കാമുകി താൻ നൽകിയ ഗോൾഡും പണവും തിരികെ ചോദിച്ചു തുടങ്ങിയത് അഫാന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. തന്നെ വിശ്വാസമില്ലേ എന്ന് പലവട്ടം അഫാൻ ഫർസാനയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫർസാന ഈ പണവും തുകയും തിരിച്ച് കിട്ടാൻ വൈകുന്നതോടുകൂടി അഫാനോടുള്ള ചെറിയ പ്രതിഷേധങ്ങൾ പല സമയങ്ങളിലും സൂചിപ്പിച്ചിരുന്നു. ഈ ഫർസാനയുടെ സ്വരം പലപ്പോഴും കടുത്തു വരുന്നതും അഫാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പക വീട്ടാനുള്ള ഒരു മനോഭാവം അഫാൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അവസാനം ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് തന്നെ ഗോൾഡ് തിരികെ കൊടുക്കാൻ കഴിയും, അത് വാങ്ങാൻ വരണം എന്നുമായിരുന്നു. പെൺകുട്ടി അത് വിശ്വസിക്കുകയാണ് ചെയ്തത്. അവസാനം ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ച് വരുത്തുമ്പോൾ ഇടയ്ക്ക് ഫോണിൽ അഫാൻ ആ കുട്ടിയോട് എവിടെ എത്തി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ പോകുന്ന വഴിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് അറിയില്ലേ, അവിടെ എത്തി എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ് അഫാൻ മൊബൈൽ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്തിട്ട് ബൈക്ക് ഓടിച്ച് അവിടെ എത്തുകയും ഈ കുട്ടിയെ ബൈക്കിൻ്റെ പിന്നിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടിൻ്റെ പിൻവശത്തുകൂടി 1-ാം നിലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ആയിരുന്നു. അവിടെ സെറ്റിയിൽ കുട്ടി ഇരിക്കുമ്പോൾ അഫാൻ താൻ ചെയ്ത കൃത്യങ്ങൾ ആ പെൺകുട്ടിയോട് വിവരിക്കാൻ തുടങ്ങി. അതായത് ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയതും പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതും ഉമ്മയെ കൊലപ്പെടുത്തിയതും അനിയനെ കൊലപ്പെടുത്തിയതുമൊക്കെ തന്നെ ഫർസാനയോട് ഇയാൾ പറഞ്ഞു. പക്ഷേ ഫർസാന ഇത് കേട്ട് ഞെട്ടുകയും ഇനി നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റും, ഞാൻ പോവുകയാണ് എന്നു പറഞ്ഞ് ഇയാളോട് കയർത്തിട്ട് പോകാൻ തുനിയുന്നതിന് മുമ്പ് ആ സെറ്റിയിലേക്ക് പിടിച്ചിരുത്തിയിട്ടാണ് നെറ്റിയിലേക്ക് ചുറ്റിക പ്രയോഗം നടത്തിയത്. ഒരു വട്ടമല്ല, പലവട്ടം. അയാളുടെ ആ മുറിയിലെ തൊട്ടടുത്തുണ്ടായിരുന്ന മേശപ്പുറത്ത് തൻ്റെ ഫോട്ടോയിലേക്ക് രക്തം ചിതറിത്തെറിക്കുന്നത് വരെ അഫാൻ ആ കുട്ടിയെ ചുറ്റിക കൊണ്ട് അടിക്കുക തന്നെ ആയിരുന്നു. ആ സെറ്റിയിൽ ആ കുട്ടി ചരിഞ്ഞാണ് മരണപ്പെട്ട് കിടന്നത്. ഒരു കണ്ണ് മാത്രമാണ് മുഖത്ത് ബാക്കി ഉണ്ടായിരുന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം ചുറ്റിക കൊണ്ട് തല്ലിച്ചതച്ച് അയാൾ മൃഗീയമായിട്ടാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത്. തനിക്ക് ആരോടും ഇനി കടപ്പാടും കടമയും ഇല്ല എന്നുള്ളത് തന്നെയാണ് അയാൾ ഈ കുട്ടിയുടെ മരണത്തോടു കൂടി പ്രഖ്യാപിച്ചത്. ഉമ്മയെ കൊലപ്പെടുത്തി, ഉമ്മ മരണപ്പെട്ടു, ഉമ്മ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അനിയനെയും കൊലപ്പെടുത്തി, തന്നോട് വൈരാഗ്യം കാട്ടിയ, തന്നെ പലപ്പോഴും നിന്ദിച്ച തൻ്റെ പിതാവിൻ്റെ ബന്ധുക്കളായ ഉമ്മയെയും അതുപോലെ പിതാവിൻ്റെ സഹോദരനെയും കൊലപ്പെടുത്തി ഇനി ആരോടും ഒരു കടമയും കടപ്പാടും ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അഫാൻ കാമുകിയെയും വകവരുത്തിയത്. താനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് അയാൾ ആഗ്രഹിച്ചു. മറ്റ് ചിലരെ കൂടി കൊലപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചത് അവർ ചോദിച്ചപ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കാതിരുന്ന ഒരു ഉമ്മയെയും മരുമകളെയുമാണ്. അവരെയും കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചതിൻ്റെ പിന്നിൽ വൈരാഗ്യബുദ്ധി തന്നെയായിരുന്നു. ഉമ്മയെയും അനിയനെയും കൊലപ്പെടുത്തിയതൊഴികെയുള്ള മറ്റ് കൊലപാതകങ്ങൾ 4 കൊലപാതകങ്ങൾ നടത്തിയതും വൈരാഗ്യം കൊണ്ട് തന്നെയാണെന്ന് വ്യക്തം.